സമരഭടന്മാർക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രമുഖ ചലച്ചിത്ര താരം ജാഫർ ഇടുക്കി മുല്ലപ്പെരിയാർ സമരപന്തലിൽ സന്ദർശനം നടത്തി. നിരാകാരമനുഷ്ഠിക്കുന്ന സമരഭടന്മാർക്ക് കരിക്കിൻകുലകൾ തലയിലേറ്റിയെത്തിയ താരത്തെ നൂറുകണക്കിന് നാട്ടുകാർ ചേർന്ന് സ്വീകരിച്ചു. സമര സേനാനികൾക്കൊപ്പം അല്പനേരം ചിലവഴിച്ച ശേഷം അഭിവാദ്യമർപ്പിച്ച് ജാഫർ സംസാരിച്ചു. ഞാൻ എൻ്റെ സംഘടനയായ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു, സാറേ ഞാനിവിടെ നിന്ന് പോകുന്നതിന് കുഴപ്പമുണ്ടോ? നീ പോടാ, നീ പോയിട്ട് അവിടെ അലക്ക്, നീ ആ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ആ തമിഴ്നാട്ടിലെ ഉള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കരുത്, നല്ല രീതിയിലാണ് സംസാരിക്കാവുള്ളൂ, ഒന്നും പറയരുത്. അറിയാലോ അവരുടെ സ്വഭാവം നല്ല സ്വഭാവമല്ലേ, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പൊ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വിട്ടു. പോലെ നീ സംസാരിച്ചോ, കുഴപ്പമില്ല, ചേട്ടൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. ജീവന് വേണ്ടിയുള്ള ഒരു സമരമാണിത്. കുറെ ജനങ്ങൾ കൂടി ജീവിക്കാൻ വേണ്ടിയുള്ള കൊതി കൊണ്ട് നമ്മളെ പോലെയുള്ള കുറെ ചെറുപ്പക്കാരും കുറെ വയസ്സന്മാരും കാരണന്മാരുള്ള ആൾക്കാരല്ല, നമ്മുടെ ഇതിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടാത്ത കുറെ കൊച്ചു കുട്ടികളൊക്കെ ഓടി നടക്കുന്നുണ്ട് നമ്മുടെ മലയാളത്തിലൂടെ. നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട്. 1-2 വയസ്സായ 6 മാസം പ്രായമായ ഇപ്പോൾ ഉണ്ടായ കുട്ടികൾ, അതുപോലെ 2 വയസ്സായ, അതൊന്നും ഒന്നും അറിയില്ല ഈ ലോകത്തെ കുറിച്ച്. അതെല്ലാം ഒലിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ, അതെല്ലാം ഒലിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഈ എതിർക്കുന്ന സമരം ഇതിലും ശക്തമായിട്ട് ഏത് പാർട്ടി ആയിക്കോട്ടെ, ജാതിയും മതവും ദേശവും ഭാഷയും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഇതിലെല്ലാവരും ഈ കാണുന്ന എല്ലാ ജനങ്ങളും പല ജാതിക്കാരായിരിക്കാം, പല മതക്കാരായിരിക്കാം, പല രാഷ്ട്രീയക്കാരായിരിക്കാം, എങ്കിൽ പോലും ഇതിലെല്ലാം മറന്ന് എല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ ഇവിടെ കവിഞ്ഞതേ മലയിൽ അപ്പുറം വരെയുള്ള ജനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഈ സമരത്തിലെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ, ഇനിയും ആരോഗ്യം കൊടുക്കട്ടെ, ഇനിയും ഒരു സത്യാഗ്രഹം ചെയ്യട്ടെ. അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റൊന്നും നടക്കൂല. അവിടെ ചപ്പാത്ത് സമരപന്തലിൽ ചലച്ചിത്ര താരങ്ങളാരും ഇതുവരെയും എത്താത്തത് തമിഴ് സിനിമയിൽ നിന്നും വിലക്കുമെന്ന ഭയത്താലാണോ എന്ന് സംശയിക്കുന്നതായും, എന്നാൽ തൻ്റെ നാട്ടിലെ സമരം ധർമ്മസമരമെന്ന തിരിച്ചറിവാണ് പിന്തുണയുമായി എത്തുവാൻ കാരണമെന്നും ജാഫർ പറഞ്ഞു. താരസംഘടനയുടെ പ്രസിഡന്റ് ഇന്നസെന്റിനോട് അനുമതി വാങ്ങിയാണ് എത്തിയത് എന്നും താരങ്ങളെ കൊണ്ട് സമര പിന്തുണ നൽകുന്നതിന് സംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകുമെന്നും ജാഫർ പറഞ്ഞു. സമരപന്തലിൽ MLA-മാരായ റോഷി അഗസ്റ്റിൻ, ES ബിജിമോൾ, സമരസമിതി കൺവീനർ CP റോയ് തുടങ്ങിയവരെ കണ്ട് നേരിട്ടും പിന്തുണ അറിയിച്ചു. സമരപന്തലിൽ പിന്തുണ അർപ്പിച്ച് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. സംസ്ഥാന നേതാക്കളും പന്തലിൽ നിത്യ സന്ദർശകരായി മാറിയതോടുകൂടി സംസ്ഥാന ദേശീയ തലത്തിൽ സമരം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി.